നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 434 434. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിൽ 29ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. ശ്ലോകം 9. അക്ഷിണീ നാസികേ ആസ്യം ഇതി പഞ്ചപുരകൃത ദക്ഷിണ 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 ദക്ഷിണകർണ ഉത്തരാച ഉത്തരസ്മൃതാം. ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളുടെ സ്ഥിതിവിശേഷങ്ങളെ പറ്റിയിട്ടാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. 2 കണ്ണുകൾ, 2 നാസികാദ്വാരങ്ങൾ, മുഖം എന്ന 5 മുൻഭാഗത്തിൽ കൽപ്പിതങ്ങളും, വലത്തെ ചെവി, തെക്കുഭാഗത്തെ ചെവി, അതായത് ഇടതും വലതും, ഇടത്തെ ശ്രോത്രം അതായത് ചെവി, അതെ, പിന്നെ കർണ എന്ന് പറഞ്ഞ കണ്ണ്, ശ്രോത്രം എന്ന് പറഞ്ഞ ചെവി, ഉത്തര വടക്ക് ദിക്കെന്ന് സ്മരിക്കപ്പെട്ടു. ഇടതും വടക്കും അങ്ങനെ ചെവികൾ 2 ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം എന്താ? നേത്രദ്വാരങ്ങൾ 2, നാസികാദ്വാരങ്ങൾ 2, മുഖദ്വാരം 1, ഇങ്ങനെ 5 ദ്വാരങ്ങൾ കിഴക്ക് ദിക്കിലുള്ള വഴികളായിട്ടും, അതായത് മുന്നോട്ട് പോണതൊക്കെ കിഴക്ക്, പിന്നിലുള്ളതൊക്കെ പടിഞ്ഞാറ്, സൈഡിലേക്കുള്ളത് തെക്ക് വടക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആഖ്യാന രീതി. വലത്തെ കർണത്തെ തെക്ക് ദിക്കിലേക്കുള്ള വഴിയായിട്ടും, അതായത് ഇത് കൂടെ പോയാൽ ഇത് കൂടെ വരും, തെക്ക് വഴിക്കുള്ള വഴിയായിട്ടും, ഇടത്തേതിനെ വടക്കു ദിക്കിലേക്കുള്ള വഴിയായിട്ടും നിശ്ചയിച്ചു. സോ ഇൻ്റലിജൻറ്റ് അല്ലേ? സോ ഇൻ്റലിജൻ്റ് ആണ്. ഇനി 10ാമത്തെ ശ്ലോകം ഒരു 3 വരി ശ്ലോക, പക്ഷേ ഒരു 1.5 ശ്ലോകമാണത്. പശ്ചിമേ ഇത്യാധോ ദ്വാരോ ഗുദം ശിഷ്ണം ഇഹോച്യതേ ഗദ്യോദ ആവിർമുഖീ ച അത്ര നേത്രേ ഏകത്ര നിർമ്മിതേ രൂപം വിഭ്രാജിതം താഭ്യാം വിജഷ്ടേ ചക്ഷുഷേശ്വരാം. അതായത് മലദ്വാരം, ഗുദം, അതെ, മലദ്വാരം, ജനനേന്ദ്രിയദ്വാരം എന്ന താഴത്തുള്ള 2 ദ്വാരങ്ങൾ ഇവിടെ പടിഞ്ഞാറുള്ളവയെന്ന് പറയപ്പെടുന്നു. ഒരു സ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട 2 കണ്ണുകൾ അവിടെ ഖ്യാതോദം എന്നും ആവിർമുഖി എന്നും ഇവിടെ പറയപ്പെട്ടു. ആ 2 വഴികളിൽ കൂടെ വിഭ്രാജിതമെന്ന പുരത്തേക്ക് പോകുന്നു എന്നത് ഈശ്വരൻ കണ്ണുകൊണ്ട് രൂപത്തെ കാണുന്നു എന്നതിനെ ആകുന്നു. അപ്പോൾ കാണുന്നത് ആരാ? ഈശ്വരൻ്റെ ഇൻ്റലിജൻസ് ആണ് കാണുന്നത്. നമുക്ക് എന്താ ഉള്ളത്? ആലോചിച്ച് നോക്കൂ. ശരീരത്തിൻ്റെ ഉടമയാണ് ഈശ്വരനെങ്കിലും മനസ്സിലാക്കുക. ശരീരത്തിൽ അധിഷ്ഠിതനായിട്ടുള്ള ഈശ്വരൻ്റെ കാര്യഗൗരവം ആണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണോ? പടിഞ്ഞാറു ദിക്കിൽ 2 ദ്വാരങ്ങൾ എന്ന് പറഞ്ഞത് അധോഭാഗത്തുള്ള ഗുദം, ശിഷ്ണം എന്ന ദ്വാരങ്ങളാകുന്നു. ആ ആവിർമുഖി എന്ന് പറഞ്ഞത് നേത്രങ്ങളെയാകുന്നു. ആ നേത്രങ്ങളിൽ കൂടെ ജീവാത്മാവ് രൂപത്തെ അറിയുന്നുവെന്ന സംഗതിയാണ് ആ 2 ദ്വാരങ്ങളിൽ കൂടെ വിഭ്രാജിതം എന്ന പുരത്തെ പ്രാപിക്കുന്നുവെന്ന് പറഞ്ഞത്. എന്നായി കുട്ടികളെ ശിക്ഷിച്ച് പഠിക്കുന്ന കൂടുതൽ നമ്മൾ വായിച്ച് പഠിക്കണത്. എന്നാൽ അഹം ബ്രഹ്മാസ്മിയായി തൻ്റെ ശരീരം അതിൻ്റെ ഉള്ളിൽ ഭഗവാൻ വിരാജിക്കണമെന്ന് പറയാൻ സാധിച്ചാൽ എങ്ങനെ ഫുൾ പ്രൂഫായിട്ട് ഭാഗവതത്തിനെ പഠിച്ച് പറയൂ. അപ്പോൾ രക്ഷപ്പെട്ടു.
11 നളിനീ നാളിനീ നാസേ ഗന്ധസൗരഭുച്ഛതേ ഘ്രാണോ അവധൂതോ മുഖ്യാസ്യം വിപണോ വാക്രസത് വിദ്രസാരസവിദ്രസാം. അതായത് നാളിനി എന്നു പേരുള്ള ദ്വാരങ്ങൾ എന്ന നാസാദ്വാരങ്ങളെയും സൗരഭദേശം എന്ന ഗന്ധത്തെയും അവധൂത സഖാവ് എന്ന ഘ്രാണേന്ദ്രിയത്തെയും മുഖ്യൻ എന്ന മുഖദ്വാരത്തെയും വിപണൻ എന്ന വാക്കിന്ദ്രിയത്തെയും രസവിത്ത് എന്ന രസനേന്ദ്രിയത്തെയും സൂചിപ്പിച്ച് പറഞ്ഞതാകുന്നു എന്നായി. 12ാമത്തെ ശ്ലോകം. ആപണോ വ്യവഹാരോ അത്ര ചിത്രമന്ധോ ബഹൂദനം പിതൃഹൂർദക്ഷിണ കർണ ഉത്തരോ ദേവഹൂ സ്മൃതാം. ആപണദേശം എന്ന സംഭാഷണത്തെയും ബഹുധന ദേശം എന്ന് നാനാവിധമായ അന്നത്തെയും പിതൃഹൂവെന്ന് വലത്തെ കർണത്തെയും ദേവഹൂവെന്ന ഇടത്തെ കർണത്തെയും സൂചിപ്പിക്കുന്നു. സോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളതാ. ഇടത്തെ കണ്ണാര വലത്തെ കണ്ണാര. 13ാമത്തെ ശ്ലോകം. പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പാഞ്ചാല സംചിതം പിതൃയാനം ദേവയാനം ശ്രോത്രാശ്രുതധരാത് വ്രജേത്. പാഞ്ചാലദേശം എന്ന പ്രവൃത്തി മാർഗത്തെ അറിയിപ്പിക്കുന്ന കർമ്മകാണ്ഡത്തെയും നിവൃത്തം എന്ന് നിർവൃത്തി മാർഗത്തെ അറിയിപ്പിക്കുന്ന ഉപാസനാകാണ്ഡത്തെയും പിതൃയാനം എന്ന് പിതൃലോകത്തെയും ദേവയാനം എന്ന് ദേവലോകത്തെയും ശ്രുതധരൻ എന്ന സഖാവായിട്ട് ശ്രോത്രേന്ദ്രിയത്തെയും പറ്റി പറഞ്ഞതാകുന്നു. അടുത്ത ശ്ലോകം 14. ആസുരീ മേഘമർവാഗ്ദ്വാർ വ്യവായോ ഗ്രാമീണാം രതി ഉപസ്ഥോ ദുർമത പ്രോക്തോ നിർവിധിർഗുത ഉച്യതേ. ആസുരി എന്ന് മേഘത്തെയും ഗ്രാമകം എന്ന് വിഷയസുഖത്തെയും ദുർമത സഖാവ് എന്ന് ഉപസ്ഥം എന്ന ഇന്ദ്രിയത്തെയും നിര്യതി എന്ന ഗുദത്തെയും നിർദ്ദേശിച്ചു. ഐ ആം സോ ബ്ലസ്ഡ്. ഏതൊരു സമയത്താണ് എൻ്റെ ജാതകം എഴുതിയ ആളുടെ മരുമകൾ രാജേട്ട മൂലം ഭാഗവതം പറഞ്ഞു കേൾക്കണം എന്ന് വാശി പിടിച്ചത്, ഞാൻ അവരെ നമസ്കരിക്കുകയാണ്. കാരണം ഞാൻ ഇപ്പം എത്ര ആനന്ദം അനുഭവിക്കേണ്ടത് എന്നുള്ളത് അവർക്കറിയില്ല. കാരണം ഇത് അത്ര ചില്ലറ കാര്യമല്ല. സോ സയൻറ്റിഫിക്കലി പ്രൂവൺ. വായിച്ചു പോരാ, അത് സ്ഥിതപ്രജ്ഞ എന്നുള്ള മോഡിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിന് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് 2 മണിക്കൂർ വ്യാഴം വെള്ളി ശനി ഞാൻ പറയണം. കാരണം എന്താ, അത് അവർക്ക് എന്നുള്ള വ്യാജേന എൻ്റെ ഇൻ്റലിജൻസിനെ ഭഗവാൻ തന്നെ പോളിഷ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നു. ഇതിപ്പോൾ എത്ര വായിച്ചാലും മതി വരില്ല. കാരണം ഇതൊരു ഉറവാണ്. ഉറവ് നശിക്കണം എന്ന് ആർക്കെങ്കിലും വിചാരം ഉണ്ടാവുമോ? ഉറവ് കൂടണം. അപ്പം എന്തായി ഇവിടെ വൈസസം നരകം പായുർലുബ്ധകോ അന്തോതുമേ ശൃണു ഹസ്തപാദോ പുമാംസ്ഥാഭ്യാം യുക്തോ യാതി കരോതിജാം. വൈസസദ്ദേശം എന്ന നരകത്തെയും ലുബ്ധകസഖാവെന്ന് പായു എന്നുകൂടി പറയുന്ന ഗുദത്തെയും അന്തങ്ങൾ എന്ന് കൈകാലുകളെയും കാരണം കയ്യിനും കാലിനും കണ്ണില്ല, കണ്ണ് പറയുന്ന ദിക്കിലാണ് കാല് പോവുക. അപ്പം ജീവൻ അവയെ കൊണ്ട് സഞ്ചരിക്കുന്നതിനെയും പ്രവൃത്തി ചെയ്യുന്നതിനെയും കാണിച്ചിരിക്കുന്നു എന്നായി. 16ാമത്തെ ശ്ലോകം. അന്തഃപുരം ച ഹൃദയം വിഷുചിർമന ഉച്യതേ തത്ര മോഹം പ്രസാദം വാ ഹർഷം പ്രാപ്നോതി തദ്ഗുണൈഃ. അന്തഃപുരം എന്ന ഹൃദയത്തെയും വിഷൂചി എന്ന് മനസ്സിനെയും, വിസൂചി എന്നാണ് പറഞ്ഞത്, മനസ്സിലെ തമോ ഗുണത്താൽ മോഹത്തെയും, അണ്ടർലൈൻ ചെയ്യൂ, പഠിക്കൂ, രജസ്സിനാൽ ഹർഷത്തെയും. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്.
സത്വത്താൽ പ്രസാദത്തെയും പ്രാപിക്കുന്നതിനെയും സൂചിപ്പിച്ചു നാം. അവിടെ ആനന്ദം എന്നല്ല പറഞ്ഞത്, പ്രസാദം, അതാണ് ആനന്ദം. ആ ആനന്ദം നമ്മൾ വലിയ വലിയ ക്ഷേത്രങ്ങൾക്ക് ഓൺലൈനിൽ കാശ് അയക്കണമെന്നല്ലാണ്ട് പ്രസാദത്തിനെ പറ്റിയിട്ട് നമ്മൾ ഡോൺ കെയറാ, അത് മോശമാണ്. പ്രസാദം നമ്മൾ അനുഭവിക്കണം. അടുത്ത ശ്ലോകം 17. യഥാ യഥാ വിക്രിയതേ ഗുണാക്തോ വികരോതി വാ തഥാ തതോപദ്രഷ്ട ആത്മാ തത് വൃത്തിരനുകാര്യതേ. ജാഗ്രത സ്വപ്നാവസ്ഥകളിൽ ബുദ്ധിക്കുണ്ടാകുന്ന വികാരത്തെ അനുസരിച്ച് ജീവൻ സുഖി ദുഃഖി എന്നഭിമാനിക്കുന്നതിനെ ഭാര്യയുടെ ഇഷ്ടം അനുസരിച്ച് രാജാവ് സർവവും നടത്തി എന്ന് പറഞ്ഞതാകുന്നു. അപ്പോൾ ഒരു മകനും അമ്മയോട് നുണ പറയില്ല. ഈ ഭാഗവതം അക്ഷരം പ്രതി ആഖ്യാനം പഠിച്ചാൽ അച്ഛനോടും അമ്മയോടും നുണ പറയില്ല. ഭാര്യയെ സ്നേഹിക്കും ആദരിക്കും, ഭാര്യയുടെ സ്ഥാനത്ത് നിർത്താൻ പറ്റും. ഇതെന്തുകൊണ്ടാണ് നിർത്താൻ പറ്റാത്തത്? മോഹം എന്ന് പറഞ്ഞാൽ മായയിൽ ഒടുങ്ങുക കാരണം. അപ്പോൾ സ്ത്രീക്കും അറിയണം എന്തൊക്കെ. അപ്പോൾ സ്ത്രീയുടെ റൈറ്റ് എന്താ? അമ്മായിയമ്മേനെയും അമ്മായിയപ്പനെയും ശ്രദ്ധിക്കുക, സ്വന്തം അമ്മയെയും അച്ഛനെയും ശ്രദ്ധിക്കുക. ഭർത്താവിൻ്റെ ഇഷ്ടം തന്നെയാണ്. പ്രശ്നമുണ്ടോ? അപ്പോൾ 18 ദേഹോരഥസ്ഥ ഇന്ദ്രിയാശ്വ. ഇവിടെയാണ് ഈ രഥമാണ് ശരീരം എന്ന് പറഞ്ഞത്. ദേഹോരഥ ഇന്ദ്രിയാശ്വ സംവത്സരയോ ഗതി ദ്വികർമ്മചക്രസ്ത്രിഗുണ ധ്വജ പഞ്ചാസു ബന്ധുരാം. തേരെന്ന് പറഞ്ഞത് ദേഹത്തിനെയും കുതിരകൾ എന്ന് പഞ്ചേന്ദ്രിയങ്ങളെയും ഗമനം എന്ന സംവത്സര രൂപമായ കാലവേഗത്തെയും ചക്രങ്ങൾ എന്ന പുണ്യപാപകർമ്മങ്ങളെയും ധ്വജം എന്ന സത്വാദി 3 ഗുണങ്ങളെയും ബന്ധനങ്ങളെന്ന പഞ്ചപ്രാണിനെയും സൂചിപ്പിച്ചു. അൾട്ടിമേറ്റ് പോയിന്റ്സ് ആണ് ഇതൊക്കെ. അൾട്ടിമേറ്റ്, ദി ബ്രില്യൻ്റ്. 19 മനോരശ്മിർ ബുദ്ധിസൂതോ ഹൃന്നീഢോ ദ്വന്ദ്വകൂപര പഞ്ചേന്ദ്രിയാർത്ഥ പ്രക്ഷേപ സപ്തധാതുവരൂദക. എന്താ പറഞ്ഞത്? രശ്മി ആണ് കടിഞ്ഞാൺ, നീടം ഇരുപ്പാനുള്ള സ്ഥാനം, കൂപരം മുഖം കെട്ടുവാനുള്ള സ്ഥാനം, ശബ്ദാദി വിഷയങ്ങളാണ് സഞ്ചാരസ്ഥാനം. അതുതന്നെയാണ് മൂടുപടം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, തേരിൽ പൂട്ടിയ കുതിരകളുടെ കടിഞ്ഞാനായിട്ട് മനസ്സിനെയും തേർ നടത്തുന്നവനായിട്ട് ബുദ്ധിയെയും ഇരിപ്പാനുള്ള സ്ഥാനം എന്ന ഹൃദയത്തെയും നുകം വയ്ക്കുന്ന സ്ഥലമായിട്ട് ശോകമോഹങ്ങളെയും സഞ്ചാരസ്ഥാനങ്ങളായിട്ട് ശബ്ദാദി പഞ്ചവിഷയങ്ങളെയും കുതിരയുടെ മീതെ ഇടുവാനുള്ള വസ്ത്രമായിട്ട് ത്വക്ക മുതലായ സപ്തധാതുക്കളെയും കൽപ്പിച്ചതാകുന്നു. സപ്തധാതുക്കളാണ് കുതിരകളുടെ മേലുള്ള തുണികൾ, പട്ട്. 20ാമത്തെ ശ്ലോകം. ആകൂതിർവിക്രമോ ബാഹ്യോ മൃഗതൃഷ്ണാം പ്രധാവതി ഏകാദശേന്ദ്രിയചമു പഞ്ചസൂനാ വിനോദകൃത്. എല്ലാറ്റിലും വിനോദാണ്. കുതിരകളുടെ ബാഹ്യമായ ഗതിവിശേഷമായിട്ട് കർമ്മേന്ദ്രിയങ്ങളെ സൂചിപ്പിച്ചു. രാജാവ് നായാട്ടിൽ ആസക്തനായിട്ട് വനത്തിൽ സഞ്ചരിച്ചുവെന്നത് സ്വപ്നാവസ്ഥയിൽ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതിനെ കാണിച്ചു. സ്വപ്നാവസ്ഥയിലെ സുഖദുഃഖങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? ജാഗ്രതാവസ്ഥയിലെടുക്കുന്ന തീരുമാനം ഈശ്വരകൃപയാകുന്ന എക്സിക്യൂഷനാൽ ആനന്ദം അനുഭവിക്കുകയാണെങ്കിൽ അതാണ് ഉചിതം. ഈ ഗുഡ് നൈറ്റ് എന്ന് പറയാം, സ്വീറ്റ് ഡ്രീംസ് എന്ന് പറയരുത്. ഇംഗ്ലീഷുകാർ ആണ് ആ വാക്കുണ്ടാക്കിയത്, അതിനെ നമ്മൾ ഏറ്റുപിടിച്ചു. അറിവില്ലാത്തവർ. ഞാൻ ഒരാൾക്കും സ്വീറ്റ് ഡ്രീംസ് എഴുതാറില്ല. കാരണം ഡ്രീം കണ്ടാൽ ശരീരം ക്ഷീണിക്കും. പക്ഷേ ജാഗ്രതാവസ്ഥയിൽ സ്വപ്നം കാണാം.
അതിനാണ് ദിവാസ്വപ്നം. ദിവാസ്വപ്നം ബലിപ്പിക്കുള്ളൂ ഭഗവാൻ. ഇതൊക്കെയാണ് ഒരു മെഷീൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ നോഹു, അതിനൊരു പാറ്റൻ്റ് ഉണ്ട് അല്ലേ. ഇത് പാറ്റൻ്റ് കിട്ടിയിട്ടുള്ള സബ്ജക്റ്റാണ് ഏത് ഭാഗവതം. അതുകൊണ്ടാണ് പറഞ്ഞത് സൈന്യം എന്ന് 11 ഇന്ദ്രിയങ്ങളെ കാണിച്ചതാണ്. ഗൃഹസ്ഥകർമ്മത്തിൽ അറിയാതെ വന്നു ചേരുന്ന 5 വിധം ഹിംസകളെ വിനോദമായിട്ടും വർണ്ണിച്ചു. ഇവിടെയാണ് പഞ്ചയജ്ഞത്തിൻ്റെ പ്രബലത വരുന്നത്. എങ്ങനെയാണ് അറിയാതെ കണ്ട് 5 വിധം ഹിംസകൾ വരുന്നത്. അതിനാണ് പഞ്ചയജ്ഞം കൊണ്ട് നമ്മൾ അതിനെ തടുക്കണം, ആ ദോഷത്തിനെ. സംവത്സരശ്ചണ്ഡവേഗാകാലോ ഏനോപലക്ഷിത തസ്യാഹാനീഹ ഗന്ധർവാ ഗന്ധർവ്യോ രാത്രയ സ്മൃതാം എന്നാണ്. ചണ്ഡവേഗ ശബ്ദത്താൽ സംവത്സരത്തെ കാണിച്ചു. കാലത്തോട് വേർപിരിയാതിരിക്കുന്നതും കാലത്തെ തിരിച്ചറിയുവാനുള്ള ലക്ഷണവും അതാണ്. കാലാവയവങ്ങളായ പകൽ സമയങ്ങളെ ഗന്ധർവന്മാരായിട്ടും രാത്രി സമയങ്ങളെ ഗന്ധർവ സ്ത്രീകളായിട്ടും കാണിച്ചു. അപ്പം എന്നിലും നിങ്ങളിലും ഗന്ധർവത്വമുണ്ട്. 22 കാലകന്യാജരാ സാക്ഷാൽ ലോകസ്ഥാം അഭിനന്ദതി സ്വസാരം ജഗൃഹേ മൃത്യുക്ഷയയാ യവനേശ്വരാം എന്നാണ്. കാലകന്യകയെന്ന് ജരയെ പറഞ്ഞിരിക്കുന്നു. ലോകത്തിൽ ആരും അവളെ ഇഷ്ടപ്പെടുകയില്ലെന്ന് അനുഭവമാണല്ലോ. കാലകന്യനെ വേണ്ടാന്ന് പറയും. യവനേശ്വര ശബ്ദത്താൽ സൂചിപ്പിക്കപ്പെട്ട മൃത്യു ലോകത്തെ ക്ഷയിപ്പിക്കുവാനുള്ള ഉപകരണമായിട്ട് ജരയെ അംഗീകരിച്ചു. പക്ഷേ എത്രത്തോളം മൃത്യുണ്ടോ അത്രത്തോളം ജനനമുണ്ട്. അപ്പോഴാണ് ബാലൻസ് ആവുന്നുള്ളൂ. 23ാമത്തെ ശ്ലോകം നോക്കുക. ആധയോ വ്യാധയസ്തസ്യ സൈനികായവനാശ്ചരാ ഭൂതോപസർഗാശൂരയ പ്രജ്വാരോധിവിദോജ്വരാ. അവൻ്റെ സഞ്ചരിക്കുന്ന സേനയിൽ ഉള്ള യവനന്മാർ ആദികളും, അതായത് ആദിവ്യാധീന, ആദിവ്യാധി. ആദി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി എന്നാണ് പറയാം. വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ, അതിനും മരുന്നുണ്ട്. ആദിക്കും മരുന്നില്ല. ഉന്മേഷക്കുറവാണ് അതിൻ്റെ ഫലം ഉണ്ടാവുക. ഉന്മേഷക്കുറവ് ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടാവുമായിരുന്നെങ്കിലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പറഞ്ഞു വ്യാധികളുമാകുന്നു 2 വിധത്തിലുള്ള ഭൂതങ്ങളെ ഉപദ്രവിക്കുന്നതിൽ അതിശക്തനായത് ആണ് പ്രജ്വാരൻ എന്ന് പറഞ്ഞു. യവനൻ്റെ സേനയിൽ ഉള്ളവരായിട്ടും ചാരന്മാരായിട്ടും പറഞ്ഞത് ആദികളെയും വ്യാധികളെയും. പ്രാണികളെ ഉപദ്രവിക്കുന്ന ആശുരയൻ എന്ന് പറഞ്ഞത് മരണാവസരത്തിൽ ശരീരത്തെ ബാധിക്കുന്ന ഉഷ്ണജ്വരം, ശീതജ്വരം എന്ന 2 വിധം ജ്വരത്തെയും സൂചിപ്പിച്ചു. അപ്പോൾ ശിവജ്വരവും വിഷ്ണവ ജ്വരവും നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി 24ഉം 25ഉം ശ്ലോകങ്ങൾ ഒപ്പം പോകും. ഏവം ബഹുവിധൈർദുഃഖൈ ദേവഭൂതാത്മസംഭവൈ ക്ലിശ്യമാനശതം വർഷം ദേഹേ ദേഹീതമോ വൃതാം പ്രാണേന്ദ്രിയമനോധർമാൻ ആത്മന്യദ്യസ്യ നിർഗുണ ഛേദേ കാമലവാൻ ധ്യായൻ മാം അഹം ഇതി കർമ്മകൃത്. എങ്ങനെ വായിച്ചത്? 3 വാക്കാ. മാം അഹം ഇതി. അവിടെ വാക്കുകൾ മാമാഹമിതി എന്നാ. അപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് നമുക്ക് സംസ്കൃതം അറിയില്ലെങ്കിലും അറിയുന്നുള്ളൊരു ഭാവം ഇവിടെ വരും. എങ്ങനെ? മാം അഹം ഇതി. അപ്പോൾ ഈ ട്രിക്കൊക്കെ ഈ ആഖ്യാനം വാങ്ങിയാലുണ്ടാവുള്ളൂ, അല്ലാണ്ട് ട്രിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇപ്രകാരം ദേവന്മാരിൽ നിന്നും ഭൂതങ്ങളിൽ നിന്നും ആത്മാവിൽ നിന്നും ഉണ്ടാകുന്ന പലവിധങ്ങളായ ദുഃഖങ്ങളാൽ ക്ലേശം അനുഭവിക്കുന്ന ജീവൻ
100 സംവത്സരം ദേഹത്തിൽ അജ്ഞാനത്താൽ മൂടപ്പെട്ടവനായിട്ട് പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയുടെ ധർമ്മങ്ങളെ ആത്മാവിൽ ആരോപിച്ചിട്ട് നിർഗുണങ്ങളെ അതിക്രമിച്ചവനാണെങ്കിലും എൻ്റേത് ഞാൻ എന്ന ഭാവത്താൽ നിസ്സാര വിഷയങ്ങളെ ധ്യാനിക്കുന്നവനായിട്ടും കർമ്മങ്ങളെ ചെയ്യുന്നവനുമായിട്ട് ശയിക്കുന്നു എന്നാണ്. നിസ്സാര വിഷയങ്ങളിൽ താല്പര്യം കാണിക്കരുത്, അധോഗതിയാവും ഫലം. ബൃഹത്തായിട്ടുള്ള ഭാരതം വായിക്കൂ, ഭാഗവതം വായിക്കൂ, രക്ഷപ്പെടണം. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് വരുന്നത്. ഇപ്രകാരം ദേവന്മാരിൽ നിന്നും ഭൂതങ്ങളിൽ നിന്നും ശരീരത്തിൽ നിന്നും സംഭവിക്കുന്ന ബഹുവിധ ദുഃഖങ്ങൾ, ദേവന്മാരിൽ നിന്ന്, ഭൂതങ്ങളിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ക്ലേശം അനുഭവിച്ചുകൊണ്ട് തന്നെ ദേഹി ശരീരത്തിൽ അജ്ഞാനവൃതനായിട്ട് 100 സംവത്സരം വസിക്കുന്നു. എവിടൊക്കെയാണ് പോയി തിരയണത്, ഏതൊക്കെ ഗണികന്മാരുടെ അടുത്താണ് ചോദിക്കണത് അല്ലേ? വാസ്തവത്തിൽ ഗുണാതീതനാണെങ്കിലും, വാസ്തവത്തിൽ ഈശ്വരനാരാ, ഗുണാതീതനാണെങ്കിലും പ്രാണധർമ്മങ്ങളായ വിശപ്പ്, ദാഹം മുതലായവയെയും ഇന്ദ്രിയധർമ്മങ്ങളായ അന്ധത്വം, ബധിരത്വം മുതലായവയെയും മനോധർമ്മങ്ങളായ കാമക്രോധാദികളെയും ആത്മധർമ്മങ്ങളായിട്ട് വിചാരിക്കുന്നു. ആത്മാവിൻ്റെ ധർമ്മമല്ല അത്. അതിന് കാരണം സ്വരൂപത്തെ അറിയാതിരിക്കുന്ന ദോഷമാകുന്നു. അതുകൊണ്ട് ശരീരത്തിൽ ഞാനെന്നും കളത്രാദികളിൽ എൻ്റേതെന്നും അഭിമാനമുണ്ടാകുന്നു. അവരിൽ നിന്ന് കിട്ടാവുന്ന അത്ര ലേശം സുഖത്തെ മഹത്തായി ധരിച്ച്, ഈശ്വരൻ്റെ കൃപ മഹത്താണെന്നല്ല, അതിനെ തന്നെ നനച്ചും കൊണ്ട് അതിൻ്റെ ലാഭത്തിനു വേണ്ടി അനവരതം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യത്തിലെത്തില്ല. ഇനി 26ഉം 27ഉം 2 ശ്ലോകങ്ങളൊപ്പം പോകും. എങ്ങനെ? യഥാ ആത്മാനം അഭിജ്ഞായ ഭഗവന്തം പരം ഗുരും, ഏറ്റവും പരമമായ ഗുരു ഭഗവന്തം എവിടെ ആയിരിക്കണത്? നമ്മുടെ ഉള്ളിൽ. പരം ഗുരു നമ്മുടെ ഉള്ളിലാണ്, പുറത്തല്ല. 18 അടി, 101 അടി, 108 അടി ഒക്കെ വിഗ്രഹങ്ങൾക്കാവാം. പക്ഷേ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണമായിരിക്കുന്ന ജീവചൈതന്യത്തിനോട് ഒപ്പം എത്തില്ല. അപ്പോൾ പറയണു, ഗുണാഭിമാനി സതതാ കർമാണി ഗുരുതേ അപശ ശുക്ലം കൃഷ്ണം ലോഹിതം വായഥാ കർമാഭിജായതേ. അപ്പോൾ 2 ശ്ലോകമായി. ഇനി അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ്? പുരുഷനാകട്ടെ സ്വപ്രകാശരൂപനാണെങ്കിലും ദീപസ്തംഭം തെളിയിച്ചാലേ നമ്മൾക്ക് അമ്പലത്തിൽ പോയി തൊഴുതാൽ സംതൃപ്തി ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ദീപാരാധനയ്ക്ക് മുമ്പ് തൊഴുത് പോവുക എന്നൊരു ഭയം ഉണ്ടാവും. ഇതൊക്കെ അനുഭവിപ്പിക്കണതാരാ? തൻ്റെ ഉള്ളിലുള്ള ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. അതിനെയാണ് ബഹുമാനിക്കേണ്ടത്. അതിൻ്റെ പ്രതിബിംബമാണ് എല്ലാ ക്ഷേത്ര വിഗ്രഹങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ആത്മാവ് പല രൂപത്തെ പ്രാപിക്കണു. ഞാൻ തന്നെ അച്ഛനും അമ്മയ്ക്കും മകനാണ്, സഹോദരന്മാർക്ക് ജ്യേഷ്ഠനോ അനുജനോ, വിവാഹം കഴിഞ്ഞാൽ ഭർത്താവായിട്ടും കുട്ടികൾക്ക് അച്ഛനായിട്ടും ഭാര്യാ സഹോദരന്മാർക്ക് ബ്രദറിൻലോ ആയിട്ടും ചിലവർക്ക് കോ ബ്രദറായിട്ടും ഇങ്ങനെ പല പല അഡ്രസ്സുകൾ നമ്മൾക്കുണ്ട്. അതൊക്കെ ഒരൊറ്റ അടിക്ക് അവസാനിക്കുന്നത് എപ്പോഴാണ്? ഈ ജീവൻ ശരീരം വിടുമ്പോൾ. അപ്പോൾ ഈ ശരീരം രഥമാണെന്നും ഭഗവാന് സഞ്ചരിക്കേണ്ടതാണ് ഈ രഥം എന്നൊക്കെ മനസ്സിലാക്കിയാത്ത സ്ഥിതി എന്താ? അപ്പോൾ സ്വപ്രകാശരൂപനാണെങ്കിലും ഭഗവാനും പരമഗുരുവുമായ ആത്മാവിനെ, ഇത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ല, വ്യാസർ എഴുതി വെച്ചത് ഞാൻ പറയണമെന്ന് മാത്രം. അപ്പോൾ ആത്മാവിനെ അറിയാതെ പ്രകൃതിയുടെ ഗുണങ്ങളിൽ
എപ്പോൾ ആസക്തനായി ഭവിക്കുന്നുവോ അപ്പോൾ അവൻ ഗുണങ്ങളിൽ അഭിമാനിക്കുന്നവനും പരാധീനനുമായിട്ട് ശുദ്ധമായോ അശുദ്ധമായോ മിശ്രമായോ ഇരിക്കുന്ന കർമ്മങ്ങളെ ചെയ്യുന്നു. കർമ്മത്തെ അനുസരിച്ച് വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു, മരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാവാർത്ഥം സകല അനർത്ഥഹേതുവായ അജ്ഞാനത്തെ തന്നെ 2 ശ്ലോകം കൊണ്ട് വിവരിക്കുന്നു. ജീവൻ പരമാർത്ഥത്തിൽ ബ്രഹ്മസ്വരൂപനായതിനാൽ സ്വയമേവ പ്രകാശിക്കുന്നവനും ആനന്ദപൂർണനുമാകുന്നു. ആ സത്യനില അറിയാത്തതിനാൽ ഹൃദയത്തിൽ ജ്ഞാനസ്വരൂപേണയും ആനന്ദസ്വരൂപേണയും നിരന്തരം വിളങ്ങുന്ന ഭഗവാനെ എപ്പോൾ അറിയുന്നില്ലയോ അപ്പോൾ ഗുണകാര്യങ്ങളായ ദേഹേന്ദ്രിയാദികളിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഭിമാനമുണ്ടാകുന്നു. അതുനിമിത്തം പരാധീനനായി വരുന്നു, ഗുണങ്ങൾക്ക് കീഴടങ്ങുന്നു. അപ്പോൾ സത്വാധികൃത്താൽ പുണ്യമായും തമസിൻ്റെ ആധിക്യത്താൽ പാപമായും രജസ്സിൻ്റെ ആധിക്യത്താൽ പുണ്യപാപ സമ്മിശ്രവുമായുള്ള കർമ്മങ്ങളെ ചെയ്യുന്നു. കർമാനുസരണം വീണ്ടും ജനിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് 26-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ശുക്ലാദ് പ്രകാശഭൂയിഷ്ടാം ലോകാനാപ്നോതി കർഹചിത് ദുഃഖോദർക്കാൻ ക്രിയായാസാം സ്തമ ശോകോത്കടാൽ ക്വചിത്. പുണ്യകർമ്മത്താൽ ചിലപ്പോൾ പ്രകാശം അധികരിച്ചിരിക്കുന്ന ലോകങ്ങളെയും മറ്റു ചിലപ്പോൾ മേൽക്കുമേൽ ദുഃഖമുള്ളതും പ്രവൃത്തി നിമിത്തം കഷ്ടമുള്ളതുമായ ലോകങ്ങളെയും ചിലപ്പോൾ അന്ധകാരം, ദുഃഖാധിക്യം എന്നിവയുള്ള ലോകങ്ങളെയും പ്രാപിക്കുന്നു. എല്ലാം കർമ്മത്തിൽ നിന്നാണ്. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. കർമാനുസരണമായുണ്ടാകുന്ന ജീവഗതി ഭേദങ്ങളെ കാണിക്കുന്നു, വേറൊന്നും കാണിക്കല്ല. പുണ്യകർമ്മം അധികരിച്ചാണെങ്കിൽ സുഖഭൂയിഷ്ടങ്ങളും പ്രകാശപുകുലങ്ങളുമായ സ്വർഗാദി ലോകങ്ങളിൽ ഗതി ലഭിക്കും. പുണ്യപാപ സമ്മിശ്രകർമ്മം നിമിത്തം പര്യവസാനത്തിൽ ദുഃഖങ്ങളും പ്രവൃത്തി നിമിത്തം കഷ്ടങ്ങളുമുണ്ടാകുന്ന മാനുഷ്യലോകത്തിൽ ജന്മമുണ്ടാകും. തമോ ഗുണാധിക്യം നിമിത്തം പാപകർമ്മം അധികമായിരുന്നാൽ കഠിന ദുഃഖാവസ്ഥകളും അറിവില്ലായ്മയാൽ തീരെ മൂടപ്പെട്ടവനുമായ പക്ഷി മൃഗാദി ജാതികളിൽ ജനിക്കും. എന്തപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ഥിതി ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇനി ഇന്ന് 29-ാം ശ്ലോകം കൊണ്ട് നമ്മൾക്ക് അവസാനിപ്പിക്കാം. അതായത് ക്വചിൽ പുമാൻ ക്വചിച്ഛ സ്ത്രീ ക്വചിന്ന ഉഭയോ മന്ദധി ദേവോ മനുഷ്യസ്ഥിര്യഗ്വായതാ കർമ്മഗുണം ഭവ. ദേവനാവുന്നതും മനുഷ്യനാവുന്നതും നാൽക്കാലികളാവുന്നതും ഒക്കെ കർമ്മം കൊണ്ടാണെന്നാണ് പറഞ്ഞത്. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരിക്കൽ പുരുഷനായും പിന്നെ ഒരിക്കൽ സ്ത്രീയായും ചിലപ്പോൾ രണ്ടുമല്ലാതെയും ദേവനോ അതായത് ബുദ്ധി ഇല്ലാത്തതായും ദേവനോ മനുഷ്യനോ പക്ഷിമൃഗാദിയോ കർമ്മ ഗുണാനുസരണം ജനനമുണ്ടാകുന്നു എന്നാണ്. കർമ്മത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് എന്ന് പറയും. എന്താ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. ജീവൻ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനാവാൻ മതിയായ ഉപായമറിയുവാൻ സമർത്ഥയായ ബുദ്ധിയില്ലാത്തവനായിരുന്നതിനാൽ കർമ്മസ്വഭാവത്തെ അനുസരിച്ച് തന്നെ ചിലപ്പോൾ സ്ത്രീ ശരീരം, ചിലപ്പോൾ പുരുഷ ശരീരം, ചിലപ്പോൾ നപുംസക ശരീരം, ചിലപ്പോൾ ബുദ്ധിശൂന്യൻ, ചിലപ്പോൾ ദേവൻ, ചിലപ്പോൾ മനുഷ്യൻ, ചിലപ്പോൾ തിര്യക് ജന്തു എന്നീ ശരീരങ്ങളെ ആശ്രയിക്കുന്നു.
ഏത് വിധം സുഖദുഃഖം അനുഭവിപ്പാൻ ഏത് വിധം ദേഹം ഉചിതമോ ആ ദേഹത്തെ ജീവൻ സ്വീകരിപ്പാൻ നിർബന്ധിതനായിരിക്കുന്നു എന്നാണ്. അതാണ് ചോദിച്ചു വാങ്ങിയിട്ടുള്ളത് എന്നൊക്കെ പറയും. ഒരു ജീവന് തന്നെ സ്വകർമ്മഭേദം നിമിത്തം അനേകവിധം ശരീരങ്ങളിൽ ഭജിക്കേണ്ടി വരുന്നുവെന്ന് സാരം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.